നമസ്കാരം, പി സി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ചെറായി. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോയാ ചങ്ക്സും കാടമുട്ടയും വെച്ചിട്ടാണ് ബോണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ മുകളിൽ കാണുന്ന ആൾ എന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് സോയാ ചങ്ക്സും ബ്രെഡും റെഡിയാക്കി എടുക്കാം. സോയാ ചങ്ക്സ് ഞാൻ 5 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് ആറിയതിന് ശേഷം നന്നായിട്ട് 3 പ്രാവശ്യം കഴുകി അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തതാണ്. അതിനുശേഷം നമ്മൾ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് തനിയെ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സോയാ ചങ്ക്സും ബ്രെഡും ഇതേപോലെ തനിയെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വാടി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ആറിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടി ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ബോണ്ടക്കുള്ള പാറ്റേൺ റെഡിയാക്കി എടുക്കാം. 6 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, കായപ്പൊടി ഒരു 2-3 നുള്ള്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. ലേശം വെള്ളം കുറവുണ്ട്. അപ്പം കൂടി ഒഴിച്ച് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഓവറായിട്ട് വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. മസാല റെഡിയാക്കിയതൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിനി ആ ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ബ്രെഡ് പൊടി കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറേശ്ശെടുത്തിട്ട് കൈ കൊണ്ട് പരത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കാടമുട്ട വെച്ച് കൊടുത്തിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി, ബോള് മാതിരി. ഇതേപോലെ ഇങ്ങനെ ചെയ്ത് ഇതേപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം. അടുത്തത് ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. വേറൊരു കയ്യിൽ വെച്ചിട്ട് മുകളിലിങ്ങനെ ഇതേപോലെ വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം. വളരെ ഈസി അല്ലേ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ആ ഒരേ ബോളുകൾ ഈ മാവിൽ മുക്കി, കടലമാവിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ എല്ലായിടത്തും കവറാവണം. ഒന്ന് മുക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആയതിനു ശേഷം കോരിയെടുക്കാം. ഈ ബോണ്ട എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. സോയ കാടമുട്ട ബോണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല ആഹാരം കഴിക്കുക, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക.
അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ഗുഡ് ബൈ.